എവിടെയോ കണ്ടു മറന്ന മുഖം, എവിടെയാണെന്ന് നിശ്ചയില്ല. സണ്ണി, നിങ്ങളെ പറ്റി ഒരു വാർത്ത വന്നിട്ടുണ്ടല്ലോ സണ്ണിയേട്ടാ. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും സണ്ണി ജോസഫിനെ മാറ്റാൻ ഹൈക്കമാൻഡ് നീക്കം. ഇത് ഞാൻ പറഞ്ഞല്ല കേട്ടാ, നാട്ടുകാർ ഇങ്ങനെയൊക്കെ പറയും. ഇതെന്താണ് നിങ്ങൾക്ക് ഇതിലെന്താണ് പറയാനുള്ളത്? What do you mean? അല്ല, ഇതെന്താണ് ശരിക്കും പ്രശ്നം സണ്ണിയേട്ടാ? സണ്ണി ജോസഫിന് ഗുരുതര വീഴ്ചകൾ സംഭവിച്ചുവെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അല്ല സണ്ണിയേട്ടാ, നിങ്ങൾക്ക് ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചു എന്നാണ് പറയുന്നത്. ആദ്യമായിട്ട് ഞാൻ സോറി പറയാം. സത്യത്തിൽ നിങ്ങൾക്ക് എവിടെയാണ് സണ്ണിയേട്ടാ വീഴ്ച സംഭവിച്ചത്? തിരഞ്ഞെടുപ്പ് ഫണ്ട് വിതരണത്തിൽ വീഴ്ച വരുത്തിയതിനോടൊപ്പം ഒന്ന് പറഞ്ഞേക്കണം, ഒന്ന് പറഞ്ഞേ. KPCC ഫണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾക്ക് എത്തിക്കുന്നതിൽ KPCC അധ്യക്ഷൻ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. എന്താണെന്നൊന്ന് പറഞ്ഞേ. എന്താണെന്നൊന്ന് പറഞ്ഞേ. എന്താണെന്നൊന്ന് പറഞ്ഞേ. കണ്ട നമ്മുടെ സണ്ണിയേട്ടന്റെ മട്ടും പാവും മാറി. എന്താണെന്ന് ശരിക്കും പറഞ്ഞു കൊടുത്തത് സണ്ണിയേട്ടന്? വയനാട് ദുരിതാശ്വാസ വിഷയത്തിൽ അനവസരത്തിൽ പ്രസ്താവന നടത്തിയെന്നും ഹൈക്കമാൻഡ് വിലയിരുത്തൽ. യാതൊരു ആവശ്യവുമില്ലാതെ ഒരു സിഗരറ്റ് പാക്കിൽ കുറിച്ച് വായിക്കുന്നത് പോലെ ഇതിൽ നിങ്ങളുടെ കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്തൊക്കെയോ വിലയിരുത്തലൊക്കെ നടത്തിയെന്ന് പറയുന്നല്ലോ സണ്ണിയേട്ടാ. KPCC അധ്യക്ഷൻ എന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല എന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉള്ളത്. ഷാഫി പറമ്പിലാണ് ഇതിന്റെ പിന്നിൽ നിന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇതിലെന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇത് മനഃപൂർവ്വം ഷാഫി പറയിച്ചത്. അല്ല സണ്ണിയേട്ടാ, ഷാഫിക്ക് എന്തോ പറയുന്നുണ്ട്. എന്ത് ചെയ്തിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും ഭരണം കിട്ടുമെന്നുള്ളത് നോക്കുക. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സണ്ണി ജോസഫിനെ മാറ്റുമെന്ന് തന്നെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിഗമനം. അപ്പൊ ഹൈക്കമാൻഡ് നിങ്ങളെ മാറ്റാൻ തീരുമാനിച്ചു അല്ല സണ്ണിയേട്ടാ? നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നന്ദി.